ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് സൈക്കോളജി അതേപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് എക്സാംസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ പെഡഗോജിനെ ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പെഡഗോജി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് നമുക്ക് ഇപ്പോ കറക്റ്റ് ആൻസർ പറഞ്ഞാലും നമ്മൾ പറയുന്ന ഉത്തരം തന്നെ ആവണമെന്നില്ലല്ലോ പരീക്ഷാഭവൻ പറയുന്നത്. അപ്പൊ ഇത് പഠിക്കേണ്ടതാണോ, ഇത് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, മാർക്ക് കിട്ടോ എന്നുള്ള പലവിധ സംശയങ്ങളാണ് കൂട്ടുകാർക്കുള്ളത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പെഡഗോജി അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ സൈക്കോളജിയുടെ ഭാഗത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മൾ റിയൽ ക്ലാസ് റൂമിൽ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെയാണ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ്, അതായത് ഏതാണ് ഏറ്റവും നല്ല ടീച്ചിങ് സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പെഡഗോജി റിലേറ്റഡ് ഭാഗത്തു നിന്നും വരാറുള്ളത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടാനുള്ള വഴി എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള എക്സാമുകൾക്ക് വന്നിട്ടുള്ള പെഡഗോജി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യലാണ്. കാരണം ഇങ്ങനെ കുറെ PYQs വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രിക്ക് വരും. അതായത് ഇത് ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഇതിന്റെ ആൻസർ ഇങ്ങനെയാണല്ലേ കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വരും. കാരണം പെഡഗോജി ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസും നമുക്ക് ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് കൊടുക്കുക. അപ്പൊ ആ ഓപ്ഷനിൽ നിന്നും ഏറ്റവും അനുയോജ്യമായത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ആ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ളൊരു കാര്യം തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള പെഡഗോജി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ പെഡഗോജി ഭാഗത്തു നിന്നുള്ള ഒരു മാർക്ക് പോലും മിസ് ചെയ്യണ്ട. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെവൽ ചോദ്യങ്ങളാണ് പെഡഗോജി ഭാഗത്തു നിന്നും വരാറുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഉത്തരങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സൂത്ര വഴിയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the name given to the method of analyzing and organizing the curriculum into small learning units in a way that enables mastery learning? ഇവിടെ നമ്മുടെ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് മാസ്റ്ററി ലേണിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ കുട്ടികൾ പഠിക്കേണ്ടത്, അതായത് കരിക്കുലത്തിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, സ്മോൾ ലേണിംഗ് യൂണിറ്റ്സ് ആക്കിയിട്ട് മാറ്റുന്നു. ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേര്, അതായത് മാസ്റ്ററി ലേണിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ട് കരിക്കുലത്തിനെ എന്താക്കി മാറ്റുകയാണ്, മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ സ്മോൾ ലേണിംഗ് യൂണിറ്റ്സ് ആക്കി മാറ്റുന്നു. ഇതിനെ പറയുന്ന പേര് പ്രോഗ്രാമിംഗ്, സ്കഫോൾഡിംഗ്, ഡിവിഷൻ, കോഡിഫിക്കേഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ആൻസർ വരുന്നത് പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പ്രോഗ്രാമിംഗ് അതായത് നമ്മുടെ സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ള ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിന്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാംഡ് ലേണിംഗ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്നുള്ളത് സ്കിന്നറിന്റെ തിയറിയുടെ ബേസിൽ വന്നിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ്. അപ്പൊ ഈ പ്രോഗ്രാംഡ് ലേണിംഗിലാണ് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ കുട്ടികൾ ലേൺ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇങ്ങനെ മുൻകൂട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ ടീച്ചറിന്റെ ഹെൽപ്പ് ഇല്ലാതെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെന്തൊക്കെ ബിഹേവിയർ ആണോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണോ പഠിക്കേണ്ടത് അത് അവർക്ക് മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും. അതാണ് പ്രോഗ്രാംഡ് ലേണിംഗിൽ പറയുന്നത്. അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കുട്ടിക്ക് കൃത്യമായിട്ടുള്ള നോളജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ പഠിക്കേണ്ട കാര്യങ്ങളെ മുൻകൂട്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ പാഠഭാഗങ്ങളാക്കി മാറ്റുന്നു. അതിനെ പറയുന്നതാണ് പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആസ് എ ടീച്ചർ what is the most appropriate way you adopt to maintain discipline in the classroom? നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമുക്കിതിലെ ഏത് മെത്തേഡാണ് മോസ്റ്റ് സ്യൂട്ടബിൾ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓപ്ഷൻ വായിക്കുന്നതിന് മുന്നേ മനസ്സിൽ കാണണം 4 എണ്ണം എന്ത് തന്നെയായിരിക്കും, 4 ഓപ്ഷനും നമുക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ
യു അഡോപ്റ്റ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. അതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, effective use of learning materials will ensure the focus of the learners. B. Learners will be transformed into active equal partners in the learning process. C. Lessons will be delivered through interesting experiences. D. The consequences of indiscipline will be made clear. അല്ലെ, സാധാരണഗതിയിൽ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ വളരെ ഡിസിപ്ലിൻ ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്തോളോ, നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളോ, ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അടി കിട്ടും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിക്കും. അല്ലെ, അത് നമുക്ക് എന്താണ്, കുട്ടികളുടെ ഡിസിപ്ലിൻ അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ്. ഇനി അതല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കൊടുക്കാം. അതും അല്ലെങ്കിൽ അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഈക്വൽ ആൻഡ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആക്കിയിട്ട് മാറ്റാം. അല്ലെ, ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികളെയും കൂടെ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാം. ഇതിലേതാണ് ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറയുന്നത്? ഏതാണ് ഏറ്റവും നല്ലത്? മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ലേണേഴ്സ് വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ആക്റ്റീവ് ആൻഡ് ഈക്വൽ പാർട്ട്നേഴ്സ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. അവർക്കും കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അസസ്മെന്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്? ലേണിംഗ് പ്രോസസ്സിൽ അസസ്മെന്റ് നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ്. B. To measure the effectiveness of strategies adopted in the learning process. C. Both of these. D. Neither of these. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? കുട്ടികളെ എത്രത്തോളം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ബി എന്താ പറയുന്നത്? നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിച്ചിട്ടുള്ള ലേണിംഗ് പ്രോസസ്സിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അത് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സി പറയുന്നത് എയും ബിയും, ഡി പറയുന്നത് ഇതൊന്നുമല്ല, വേറെ എന്തൊക്കെയോ ആണ് അസസ്മെന്റ് നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയണം. അല്ലെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, ചെറിയ ചെറിയ പരീക്ഷകൾ നടത്തും. സോ ഇവിടെ എന്താണ്? എയും ബിയും അസസ്മെന്റ് നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച അതേ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അവർ അക്വയർ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് അത് കൃത്യമായ രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the main purpose of a lesson plan in teaching? What is the main purpose of a lesson plan in teaching? ടീച്ചിങ്ങിൽ എന്താണ് ഒരു ലെസൺ പ്ലാനിന്റെ ജോലി എന്ന് പറയുന്നത്? അല്ലെ, പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? It helps to create a suitable learning environment. B. It keeps the teacher focused on the learning problem. C. Both of these. D. None of these. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ലെസൺ പ്ലാൻ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സ്യൂട്ടബിൾ ലേണിംഗ് എൻവയോൺമെന്റ്. അല്ലെ, ലേണിംഗ് എൻവയോൺമെന്റ് കൃത്യമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് ആ ലേണിംഗ് പ്രോബ്ലത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ? സി ഇത് രണ്ടും വരുന്നുണ്ടോ? ഡി വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കുമോ? ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി ആണ്. അല്ലെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റണം. ഇനി അതിനോടൊപ്പം തന്നെ എന്താണോ ഞാൻ ചെയ്യാൻ പോയത്, ഏത് ടോപ്പിക്കാണോ ഞാൻ പഠിപ്പിക്കാൻ പോയത്, അതേ ടോപ്പിക്കിനെ പറ്റിയിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഒരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി വേറെ ഏതൊക്കെയോ ടോപ്പിക്കിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കില്ല? എഫക്റ്റീവ് ലേണിംഗ് നടക്കില്ല. സോ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ടീച്ചർക്ക് ഒരു ഗൈഡ് ആയിട്ട് നിൽക്കുന്നത് ലെസൺ പ്ലാൻ ആണ്. നമ്മൾ യാതൊരു പ്ലാനും ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താ സംഭവിക്കുക? എവിടെ നിന്നോ തുടങ്ങി എന്തൊക്കെയോ പറഞ്ഞു, കുട്ടികൾക്ക് എന്തൊക്കെയോ കിട്ടി, എവിടെയൊക്കെയോ അവസാനിച്ചു. അല്ലെ, ഒന്നിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ ക്ലാരിറ്റിയോട് കൂടിയിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ആ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് നടന്നിട്ടുണ്ടായിരിക്കണം? ലെസൺ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
What is the main reason why the evaluation approach in lesson planning is criticized? What is the main reason why the evaluation approach in lesson planning is criticized? അതായത് ലെസൺ പ്ലാനിൽ ഇവാലുവേഷൻ അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ലെസൺ പ്ലാനിൽ ഇവാലുവേഷൻ അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള മെയിൻ റീസൺസ് ഏതൊക്കെയാണ്? It allows the teacher to dominate the learners. B. It does not recognize the distinct differences among learners. C. Both. D. Neither. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? It allows the teacher to dominate the learners. നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തി കഴിയുമ്പോൾ അധ്യാപകര് കുട്ടികളുടെ മുകളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. ഇനി ബി പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ ഡിസ്റ്റിൻക്റ്റ് ഡിഫറൻസസ് എമംഗ് ലേണേഴ്സ്. കുട്ടികളുടെ ഡിഫറൻസസ് നമുക്ക് ഇവാലുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. സി ഇത് രണ്ടും. ഡി എന്താണ്? ഇതൊന്നുമല്ല. ഇവിടെ എന്തായിരിക്കും ഇവാലുവേഷൻ അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഏതാണ് പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഈ തന്നിട്ടുള്ള രണ്ട് റീസൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവാലുവേഷൻ അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരിക്കലും നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടല്ല നടത്തുന്നത്? കുട്ടികളുടെ മുകളിലോട്ട് നമ്മൾ ഒരു ഡോമിനേറ്റിംഗ് പവർ ആയിട്ട് മാറണം എന്ന് വിചാരിച്ചല്ല ഒരു അധ്യാപകരും ഇവാലുവേഷൻ നടത്തുന്നത്. സോ ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്. ഇനി ബി എന്താ പറഞ്ഞിട്ടുള്ളത്? കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ 50 പേരുള്ള ഒരു ക്ലാസ് റൂമില് നമ്മളൊരു ടോപ്പിക് പഠിപ്പിച്ചു. ഈ ടോപ്പിക് പഠിപ്പിച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റും പേരും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, പരീക്ഷകൾ നടത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷ എടുത്ത് കഴിയുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുക ആ ക്ലാസ്സിൽ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്, ആവറേജ് ലെവലിൽ നിൽക്കുന്നവർ ആരൊക്കെയാണ്, ബിലോ ആവറേജ് ലെവലിൽ നിൽക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാലാണ് ഇനി എങ്ങനെ ഇവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ആർക്കൊക്കെ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ ടീച്ചർക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ ഡിഫറൻസസ് അറിയാൻ പറ്റുന്നത് ഏതിൽ കൂടെയാണ്? ഇവാലുവേഷൻ നടത്തുന്നതിൽ കൂടെയാണ്. അപ്പൊ ഈ രണ്ട് റീസണും ഇവിടെ എന്തല്ല, ശരിയായിട്ട് പറയാൻ പറ്റില്ല. ഈ രണ്ട് റീസണിന്റെയും ബേസിൽ നമുക്ക് ഇവാലുവേഷൻ അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്യാനും പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ ടീച്ചർ യൂസിങ് ടീച്ചിങ് എയ്ഡ്സ് ഇൻ ദ ക്ലാസ് റൂം? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ടീച്ചർ ക്ലാസ് റൂമിലെ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്? ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചാർട്ട്, അതേപോലെ തന്നെ മോഡൽസ്, പിന്നെ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ അതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു ഗ്രാബ് സ്റ്റുഡൻസ് അറ്റൻഷൻ, ടു മേക്ക് ടീച്ചിങ് ഫൺ, ടു മേക്ക് സ്റ്റുഡൻസ് അറ്റൻറ്റീവ്, ടു ടീച്ച് വിത്തിൻ ദ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ ഏതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പർപ്പസ് എന്ന് പറയുന്നത്? വിഷ്വൽ എയ്ഡ്സ് ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നതിന്റെ പർപ്പസ് എന്തായിരിക്കും? കുട്ടികളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? ടീച്ചിങ് ഫണ്ണാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണോ? കുട്ടികളെ അറ്റൻറ്റീവ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അതല്ലെങ്കിൽ കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അനുസരിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഏത് രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്ക് മനസ്സിലാകുക? ഇപ്പൊ ഒരു 2ാം ക്ലാസ്സുകാരന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ കാർട്ടൂണിലെ ചില ചിത്രങ്ങളും കഥകളൊക്കെ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക അല്ലെങ്കിൽ ആശയങ്ങൾ മനസ്സിലാവുക. പക്ഷെ ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ കാർട്ടൂണും അതേപോലെ തന്നെ ചെറിയ കഥകളൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് ചിലപ്പോൾ എന്താവണമെന്നില്ല, സെറ്റ് ആവണമെന്നില്ല. അപ്പൊ ഓരോ കുട്ടികളുടെയും അണ്ടർസ്റ്റാൻഡിങ് ലെവല് ഡിഫറെന്റ് ആണ്. 2ാം ക്ലാസ്സുകാരനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്, 10ാം ക്ലാസ്സുകാരനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേറെ ലെവലുണ്ട്. ഈ 2 ലെവലുകളും സെയിം അല്ല. സോ 2ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കുമ്പോൾ ചിത്രങ്ങളും വീഡിയോസും ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടീനൊക്കെ ആകുമ്പോൾ അവന് ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ എയ്ഡ്സ് ആണോ അവന് സെറ്റ് ആവുന്നത് അല്ലെ, മോഡൽസ്, അതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന, പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവനൊന്നും കൂടെ സെറ്റായിട്ട് വരിക. അപ്പോൾ ഇവിടെ കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അനുസരിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ അധ്യാപകരും എന്ത് ചെയ്യുന്നത്? പലതരത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following plays a major role in helping a child score higher marks in an examination?
which of the following plays a major role in helping a child score higher marks in an examination? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കുട്ടിക്ക് പരീക്ഷയിൽ ഹൈ മാർക്സ് കിട്ടണമെങ്കിൽ ആ കുട്ടീനെ സഹായിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോള് അല്ലെങ്കിൽ ഒരു മേജർ റോള് വരുന്നത് തന്നിട്ടുള്ളതിലെ ഏത് ഫാക്ടറിനാണ്? സ്റ്റഡി മെത്തേഡ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ, പാരന്റൽ സപ്പോർട്ട്, ടീച്ചർ സപ്പോർട്ട്. ഇതിലെ 4 സപ്പോർട്ടും എന്ത് തന്നെയാണ്? 4 കാര്യം എന്ത് തന്നെയാണ്? ഒരു കുട്ടിയുടെ മാർക്ക് അതല്ലെങ്കിൽ കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ടുള്ള എബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മേജർ റോള് പ്ലേ ചെയ്യുന്നത് ഇതിലേത് ഫാക്ടർ ആണ്? ആ കുട്ടിയുടെ സ്റ്റഡി മെത്തേഡ്സ് ആണോ, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നേച്ചർ ആണോ, പാരന്റ്സിന്റെ സപ്പോർട്ടാണോ, ടീച്ചറിന്റെ സപ്പോർട്ടാണോ? ഏതാണ് വരുന്നത്? മേജർ റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ടീച്ചർ സപ്പോർട്ടാണ്, അല്ലെ? നല്ല ഒരു ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് തെറ്റിപ്പോകുന്നത്, നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ എക്സാം എഴുതി കഴിഞ്ഞാലാണ് കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്കോട് കൂടിയിട്ട് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അവിടെ ഗൈഡൻസ് കൊടുക്കാനായിട്ട് ആരുണ്ടായിരിക്കണം? ടീച്ചർ ഉണ്ടായിരിക്കണം. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ല സ്റ്റഡി മെത്തേഡ്സ് പറയാനും സ്റ്റഡി മെറ്റീരിയൽസ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ടീച്ചറിന്റെ സപ്പോർട്ട് കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ടീച്ചറിന്റെ സപ്പോർട്ടാണ് തന്നിട്ടുള്ളതില് കുട്ടികളുടെ മാർക്സിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, അപ്പൊ നമ്മുടെ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നമ്മുടെ ഒരു ബുദ്ധി പ്രയോഗിക്കേണ്ട ചോദ്യങ്ങളാണ്, അല്ലെ? ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെക്കാൾ കൂടുതൽ പെഡഗോജി ഭാഗത്തു നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു ടീച്ചറാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും എന്ന് നമ്മുടെ പരീക്ഷാഭവൻ അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് പെഡഗോജി ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ പെഡഗോജി ഭാഗത്ത് നിന്ന് ഇപ്പൊ കേട്ടിട്ട് 1-നാണെങ്കിലും 2-നാണെങ്കിലും 3-ക്കാണെങ്കിലും 4-നാണെങ്കിലും ഒരു 15 മാർക്കോളം ചോദ്യങ്ങളാണ് പെഡഗോജി ഭാഗത്ത് നിന്ന് വരിക. ഇനി ഇത് കൂടാതെ ഇപ്പൊ K2-നാണെങ്കിലും K3-ക്കാണെങ്കിലും സബ്ജക്ട് പെഡഗോജിയും കൂടെ വരും. അപ്പൊ പിന്നെയും നമുക്ക് അവിടുന്ന് മാർക്ക് മേടിക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ പെഡഗോജി നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ PYQs നോക്കി വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകളുണ്ട്. കരിക്കുലം, ബ്ലൂംസ് ടാക്സോണമി, അതേപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സ്, എത്ര തരത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് പ്ലാനിങ്, അല്ലെ? ലെസൺ പ്ലാൻ, ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ഇങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പോലെ മാർക്ക് പെഡഗോജി ഭാഗത്തു നിന്ന് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല പോലെ പ്രിപ്പറേഷൻസ് നടത്തുക. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടറ്റ് എക്സാം ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത്, ഇതെങ്ങനെ പഠിക്കണമെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക. നമ്മളിവിടെ ടീം സൈലം ഇവിടെ റെഡിയാണ്. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1-നും കാറ്റഗറി 2-നും കാറ്റഗറി 3 ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾക്കും കോഴ്സുകൾ നൽകുന്നുണ്ട്. നമ്മൾ സെപ്റ്റംബർ 29-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മുടെ ആപ്പിലുണ്ട്. അതുകൂടാതെ നമുക്ക് ലൈവ് ക്ലാസ്സുകളും വരുന്നുണ്ട്. അപ്പൊ ലൈവ് ക്ലാസ്സുകൾ കൂടുതലായിട്ടും ഒരു റിവിഷൻ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എക്സാം വരെയും നിങ്ങൾക്ക് ഈ കോഴ്സിന് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകരാണ് അടുത്ത അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന്റെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ നൽകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ഒട്ടും സമയം കളയണ്ട. പരീക്ഷാ ഭവന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അടുത്ത എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, അല്ലെ? അപ്പോ പതുക്കെ പതുക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ആ ഒരു സിലബസ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാനുള്ള നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴ്സിൽ എന്ത് ചെയ്യുക? കൃത്യമായി ജോയിൻ ചെയ്യുക. ഇപ്പൊ കോഴ്സ് തുടങ്ങിയിട്ട് ഒരുപാട് നാളായില്ലേ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ലൈവിന്റെയും റെക്കോർഡഡ് ക്ലാസ്സും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല മാർക്കോട് കൂടി ക്വാളിഫൈ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.